ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും അതുപോലെ പുട്ട് സ്ട്രൈക്ക് ലെവൽസും വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ എപ്പോഴും സ്ട്രോങ് റെസിസ്റ്റൻസും അതുപോലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ എപ്പോഴും സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ ആ ലെവൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ സെലക്ട് ബാവ് കോപ്പി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. പ്രീവിയസ് ഡേ ബാവ് കോപ്പി നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സ്റ്റോപ്പും കൊടുത്താൽ മതി. ഓക്കെ, ഇത് നമുക്ക് സെലക്ട് എക്സ്പയറി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് നമുക്ക് കറണ്ട് മന്ത് എക്സ്പയറി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സുകളുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും ഇപ്പോൾ കിട്ടുന്നതാണ്. അതല്ല നമ്മൾ കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത് വോളിയാണ്. അതായത് ഏറ്റവും കൂടുതൽ വോളിയമുള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും കണ്ടുപിടിക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി പ്രോസസ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ സ്റ്റോക്സുകളുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്സുകളുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സലിലേക്ക് ജസ്റ്റ് എക്സ്പോർട്ട് ടു എക്സൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾറെഡി സേവ് ചെയ്ത ഫയലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുത്താൽ മതി. നമ്മൾ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഫിൽറ്റർ ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ. ഇനി നമുക്ക് വോളിയം ബേസ് ചെയ്ത് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോൺട്രാക്ട്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഹയസ്റ്റ് വോളിയം ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. പ്രോസസ് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് വോളിയം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്തരം ഈ സ്ട്രൈക്കുകളിലൊക്കെ നല്ല വോളിയം ഉള്ളതാണ് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും. ഓക്കെ, ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വോളിയം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ വോളിയം ഉള്ള സ്ട്രൈക്കിലായിരിക്കും ലിക്വിഡിറ്റി കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനെ ലിക്വിഡിറ്റി ഉള്ള സ്ട്രൈക്കുകൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എക്സ്പോർട്ട് എക്സൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.